അല്ലാ എന്ന് വിളിക്കാൻ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോ, പ്രയാസങ്ങൾ വരുമ്പോ, കഷ്ടപ്പാടുകൾ വരുമ്പോ, വേദനകളും യാതനകളും ദുരിതങ്ങളും ദുരന്തങ്ങളും തന്നെ വേട്ടയാടുമ്പോ അല്ലാ റബ്ബേ എന്ന് വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന സാഹചര്യം മാറിയിട്ട് തങ്ങളെ ഔല്യാപ്പ ബാബ എന്ന് വിളിക്കുന്ന ദുരന്തപൂർണമായ ഒരു സാഹചര്യത്തിലേക്ക് കാലം മാറി വരുന്നു എന്നത് വേദനയോടുകൂടി വിശ്വാസികൾ ഓർക്കേണ്ട ഒരു സംഗതിയാണ്. അറിയോ, ഇതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ നാട്ടിലുടനീളം ഇതുപോലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. കെട്ടുകളിയുടെ അടിസ്ഥാനത്തിൽ മുന്നും പിന്നും ആലോചിക്കാതെ, ചിന്തയും ബുദ്ധി ഉപയോഗപ്പെടുത്താതെ ഇത്തരം കേന്ദ്രങ്ങളിലേക്ക് ഇപ്പൊ പോകുന്നില്ല എന്ന് പറയുന്ന ആളുകളും പോകാനിട വരും. അതിനു മാത്രം വലിയ പബ്ലിസിറ്റിയാണ് ഈ രംഗത്ത് നടക്കുന്നത്. ഒരു കാര്യം കൂടി പറയട്ടെ, സുന്നത്ത് ജമാഅത്തിന്റെ പേരിലാണല്ലോ പലപ്പോഴും ഇതൊക്കെ നടക്കുന്നത്. ഞാൻ പറഞ്ഞു, ഷെയ്ഖിന്റെ പള്ളിയുടെ ജാറത്തിലെ വരുമാനം എങ്ങോട്ടാണ്? സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സമുന്നതരായ പണ്ഡിതന്മാരാൽ നടത്തപ്പെടുന്ന നന്ദി ദാറുസ്സലാം അറബിക് കോളേജിലേക്കാണ്. അറിയോ, അവിടുത്തെ വരുമാനം ജാറത്തിങ്കിൽ നിന്ന് എങ്ങനെയാ വരുമാനം ഉണ്ടാകുക? എന്നോട് പറഞ്ഞ ഹംസ റളിയല്ലാഹുവിന്റെ ഖബറിന്റെ വരുമാനം എങ്ങോട്ടാ പോകുന്നത്? മസ്ജിദുൽ ഹറാമിലേക്കാ? മസ്ജിദുൻ നബവിയിലേക്കാണോ? അള്ളാഹുവിന്റെ റസൂലിന്റെ ഖബറിലെ വരുമാനം എങ്ങോട്ടാ പോകുന്നത്? റസൂലുള്ളാഹിന്റെ ഖബറിലെ വരുമാനം എങ്ങോട്ടാ പോകുന്നത്? മുസ്ലിം സമുദായം ചിന്തിക്കണം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ, അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിലെ വരുമാനം എങ്ങോട്ടാ പോയത്? ഇപ്പൊ എവിടേക്കാ പോകുന്നത്? ഉഹദിലും ബദറിലും രക്തസാക്ഷികളായ സത്യവിശ്വാസികളുടെ ഖബറുകളില്ലേ? മക്കയിലും മദീനയിലും ഒക്കെ സന്ദർശിക്കുമ്പോ, മക്കയും മദീനയും ഒക്കെ സന്ദർശിക്കുമ്പോ, പ്രിയമുള്ളവരെ, നിങ്ങൾ ബദറിൽ പോയിട്ടില്ലേ? ഉഹദിൽ പോയിട്ടില്ലേ? ഖന്തക്കിൽ പോയിട്ടില്ലേ? അവിടെയുള്ള മഹാന്മാരായ ആളുകളുടെ ഖബറുകളിലെ വരുമാനം എവിടെ പോയി? നമുക്ക് പറയാൻ കഴിയും, ഷെയ്ഖിന്റെ പള്ളിയിലെ വരുമാനം അത് നന്ദി ദാറുസ്സലാമിലേക്കാണ് പോകുന്നത്. മമ്പുറം തങ്ങളുടെ ജാറത്തിലെ വരുമാനം ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് ചമ്മാട് ദാറുൽ ഹുദ എന്ന് പറയുന്ന സമസ്തയുടെ അത്യുന്നതമായ കലാലയത്തിലെ ചെലവിലേക്കാണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. അവർ വിലക്കെടുത്തിരിക്കുന്നു ആ ജാറും. അപ്പൊ ജാറങ്ങൾ വിലക്ക് വാങ്ങുന്ന ഒരു കാലം, ജാറ നടത്തിപ്പിന് വേണ്ടി മത്സരിക്കുന്ന ഒരു കാലഘട്ടം നിങ്ങൾ ആലോചിച്ചു നോക്ക്. എന്തുമാത്രം സങ്കടകരമല്ല സഹോദരങ്ങളെ, എന്തുമാത്രം വേദനാജനകമല്ല. ഇതൊരു മുസ്ലിം സമുദായത്തിന്റെ പേരിലല്ലേ നടക്കുന്നത്? അല്ലേ? ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ എന്ന് പറയുന്ന ബഹുമാനായ സമസ്തയുടെ ആദരണീയനായ ജനറൽ സെക്രട്ടറിയാണ് ഷെയ്ഖിന്റെ പള്ളി ജാറത്തിലെ ഈ പറയുന്ന ഉറൂസ് മുബാറക് ഉദ്ഘാടനം ചെയ്യുന്നത്, പതാക ഉയർത്തുന്നത് ഫോട്ടോ എന്റെ കയ്യിലുണ്ട്. എവിടെയാണ് എത്തി നിൽക്കുന്നത്? അപ്പൊ അത് പണ്ഡിതന്മാർ അറിയുന്നില്ല, പണ്ഡിതന്മാർ അറിഞ്ഞുകൊണ്ടല്ല, ഞങ്ങളാരും അത് വിശ്വസിക്കുന്നില്ല എന്നൊക്കെ ഒരു പക്ഷേ സൗകര്യത്തിന് വേണ്ടി നമുക്ക് പറയാം. എന്നാൽ അതല്ലല്ലോ വസ്തുത. ഇത് കുറ്റപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല. ഒരു സംഘടനാപരമായ ഒരു വാശിയുടെ പേരിൽ പറയുന്നതല്ല. അങ്ങനെ ദീനിന്റെ പേരിൽ നമുക്ക് ആർക്കും ഒരു വാശി ഉണ്ടാകാൻ പാടില്ല. ഇത് പറയുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വാശി ആരോടുമില്ല, ഒരാളോടും കണക്ക് തീർക്കണമെന്നില്ല. ഈ നാട്ടിലെ ഒരു സഹോദരനുമായിട്ട് എനിക്ക് കാര്യമായിട്ടൊരു ബന്ധവുമില്ല, ഒരു വിരോധവുമില്ല, രണ്ടുമില്ല. നമുക്ക് മുസ്ലിങ്ങൾ എന്ന നിലക്ക് ആദർശപരമായ ബന്ധമുണ്ട്. അതുകൊണ്ട് വിശ്വാസികൾക്കിടയിലുള്ള ഈ അബദ്ധപൂർണമായ വിശ്വാസങ്ങളെ, തെറ്റായ ധാരണകളെ തിരുത്തേണ്ട ബാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മാത്രം പറയുന്ന കാര്യങ്ങളാണ്. ആ ഒരു അർത്ഥത്തിൽ മാത്രമാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ ഈ സംസാരത്തെ നോക്കിക്കാണേണ്ടത്. ഞാൻ പറഞ്ഞത് ഇതാണ് സുന്നത്തി ജമാഅത്തിന്റെ വിശ്വാസം. ഈ രംഗത്ത് സുന്നത്തി ജമാഅത്തിന്റെ വിശ്വാസം ഇതാണ്. ഇനി മഹാനായ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി, ആ ഷാഫി ഇമാമിനെയാണല്ലോ പലപ്പോഴും നമ്മുടെ ഇമാം ആയി നമ്മൾ സ്വീകരിക്കുന്നത്. അദ്ദേഹത്തിന്റെ കിതാബുകളിൽ പറഞ്ഞിട്ടുള്ള, അദ്ദേഹത്തിന്റെ മദ്ഹബ് എന്ന നിലക്ക്, അദ്ദേഹത്തിന്റെ വീക്ഷണം എന്ന നിലക്ക് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള കിതാബുകൾ അടിസ്ഥാനപ്പെടുത്തിയാണല്ലോ നമ്മുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും കേരളക്കരയിലെ മുസ്ലിങ്ങൾ, മഹാഭൂരിപക്ഷം മുസ്ലിങ്ങളും ഇപ്പോ ആചരിക്കുകയും കൊണ്ടു നടക്കുകയും ചെയ്യുന്നത്. ചോദിച്ചോട്ടെ, ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അൽ ഉമ്മ എന്ന് പറയുന്ന പ്രശസ്തമായ ഒരു ഗ്രന്ഥമുണ്ട്. ആധികാരികമായ ഗ്രന്ഥമാണ് ഷാഫി മദ്ഹബിലെ അൽ ഉമ്മ എന്ന് പറയുന്ന ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്നു, വഇന്നമാ ഉഹിബ്ബു അൻ യശ്ഖസ അലാ വജ്ഹിൽ അർളി ശിബ്റൻ ഔ നഹ്വഹു
ഖബർ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് ഒരു ചാൺ അല്ലെങ്കിൽ അതുപോലെ ഒരളവ്, ഒരു ചാൺ എന്ന കണക്കല്ല, ഒരു ചാണിന്റെ അത്രേ പൊങ്ങാവൂ. അതൊരിക്കലും കുമ്മായമിടാൻ പാടില്ല. കുമ്മായമിടാതിരിക്കലാണ് എനിക്കിഷ്ടം. കാരണം ഒരു ഖബർ കുമ്മായമിട്ട് സിമന്റ് തേച്ച് മോടി പിടിപ്പിക്കുക എന്ന് പറയുന്നത് അഹങ്കാരത്തോട് സാദൃശ്യമുള്ളതാണ്, അലങ്കാരത്തോട് തുല്യമായി വരുന്നതാണ്. ഈ മരണമെന്ന് പറയുന്നത് അലങ്കാരത്തിന്റെയോ അഹങ്കാരത്തിന്റെയോ വേദിയല്ലോ. നമ്മുടെ അഹങ്കാരവും നമ്മുടെ പൊങ്ങച്ചവും നമ്മുടെ അലങ്കാരവും ഒക്കെ പ്രകടിപ്പിക്കേണ്ട ഒരു വേദിയല്ലോ മരണവും ഖബറും എന്ന് പറയുന്നത്. നിങ്ങൾ നല്ലപോലെ മനസ്സിലാക്കണം. അൻസാരികളായ സ്വഹാബികളുടെ ഖബർ, മുഹാജിറുകളായ സ്വഹാബികളുടെ ഖബർ, മുഹാജിറുകളും അൻസാറുകളുമായ അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട അനുചരന്മാരുടെ ഖബറുകളെ ഞാൻ എവിടെയും കണ്ടിട്ടില്ല. മുജസ്വസതൻ, അത് കുമ്മായമിട്ട് പടുത്തുയർത്തിയതായിട്ട് ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ആരാ പറയുന്നത്? ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി. കണ്ടോ നിങ്ങൾ അല്ലേ? ഇത് നമ്മുടെ ആളുകൾ വിശ്വസിക്കുമോ? ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാകും എന്ന് പറഞ്ഞാൽ അതൊക്കെ മുജാഹിദുകൾ എവിടുന്നോ നോക്കി വായിച്ചുണ്ടാക്കിയതാകും എന്നല്ലേ പറയാ. അപ്പൊ അങ്ങനെ സംശയം തോന്നുമ്പോൾ നമ്മളൊരു കാര്യം ചെയ്യണം, പണ്ഡിതന്മാരോട് പോയി ചോദിക്കണം, അന്വേഷിക്കണം. നമുക്ക് വിശ്വാസമുള്ള ആളുകളോട് പോയി ചോദിക്കാം, സ്നേഹത്തോടെ ചോദിക്കാം. അൽ ഉമ്മ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി കൊണ്ടോ. ഇമാം ഷാഫിഈ നമ്മുടെ ഇമാമല്ലയോ? ആ ഇമാമിന്റെ മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ചല്ലേ നമ്മുടെ കർമാനുഷ്ഠാനങ്ങൾ നമ്മൾ ഇപ്പോൾ ക്രമപ്പെടുത്തിയിട്ടുള്ളത്. എന്നിരിക്കെ ഈ വിഷയത്തിൽ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ഇങ്ങനെ ഒന്ന് പറഞ്ഞിട്ടുണ്ടോ? ഒന്ന് അന്വേഷിച്ചുകൂടെ? ഇത് നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമല്ലേ സഹോദരങ്ങളെ? ശിർക്കിലേക്ക് വഴിമാറിപ്പോകുന്നതുമായി ബന്ധപ്പെട്ട ഒരു സംഗതിയല്ലേ? എന്നിട്ട് അവസാനിച്ചില്ല. വഖദ് റഅയ്തു മിനൽ വുലാത്തി മൻ യഹ്ദിമു ബിമക്ക മാ യുബ്നാ ഫീഹാ വലം അറൽ ഫുഖഹാ യഈബൂന ദാലിക്. ഇസ്ലാമിക ഭരണാധികാരികളെ ഞാൻ കണ്ടിട്ടുണ്ട്. മൻ യഹ്ദിമു ബിമക്ക, മക്കയിലുള്ള ഇത്തരം ഖബറുകളെ പൊളിച്ചു കളയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. മക്കയിലെ ഭരണാധികാരികളായ ആളുകൾ മക്കയിൽ മാ യുബ്നാ ഫീഹാ, ഖബറുകളിൽ ഉണ്ടാക്കിയ എടുപ്പുകളും കെട്ടിടങ്ങളും അത് പൊളിച്ചു കളയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഭരണാധികാരികളായ ആളുകൾ പൊളിച്ചു കളഞ്ഞപ്പോ വലം അറൽ ഫുഖഹാ, കർമ്മശാസ്ത്ര പണ്ഡിതന്മാരെ ഞാൻ കണ്ടില്ല. യഈബൂന ദാലിക, ഈ ഭരണാധികാരികളുടെ പ്രവർത്തനത്തെ ആക്ഷേപിക്കുന്നതായി ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. അപ്പൊ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ, ഫുഖഹാക്കളായ ആളുകൾ അത് അംഗീകരിക്കുകയാണ് ചെയ്തത്, അതിനെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തത്, എതിർക്കുകയല്ല. ഇത് അമുസ്ലിങ്ങളായ ആളുകളുടെ ഖബറുകളാണ് എന്ന് പറയാൻ കഴിയുമോ? അങ്ങനെയൊക്കെ ചില പണ്ഡിതന്മാർ പറഞ്ഞൊപ്പിക്കാറുണ്ട്. ആണോ? അതുകൊണ്ടാണ് ഇതിന് തൊട്ടുമുകളിൽ പറഞ്ഞത് മുഹാജിറുകളുടെയും അൻസാറുകളുടെയും ഖബറുകൾ കുമ്മായമിട്ടത് ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് എവിടെയെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ അതിനുള്ള ശ്രമം നടത്തിയിട്ടുണ്ടെങ്കിൽ ആ നടത്തിയ ശ്രമങ്ങളെ അറുത്തു മാറ്റിയതായിട്ടാണ് ഭരണാധികാരികളിൽ നിന്ന് ഞാൻ കണ്ടിട്ടുള്ളത്. അതിനെ ഫുഖഹാക്കളായ ഇസ്ലാമിക പണ്ഡിതന്മാരായ മുഴുവൻ ആളുകളും അംഗീകരിക്കുകയാണ് ചെയ്തത്. അവസാനിച്ചില്ല. ഷാഫി മദ്ഹബിലെ പ്രാമാണികനായ പണ്ഡിതനാണ് ഇബ്നു ഹജറുൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി. അവിടുന്ന് തന്റെ സവാജിറിൽ പറഞ്ഞത് തജിബുൽ മുബാദറതു ലിഹദ്മിഹാ വഹദ്മിൽ ഖിബാബിൽ ലത്തി അലൽ ഖുബൂർ. ആ ഖബറിന്റെ മുകളിൽ കെട്ടി ഉയർത്തിയ കെട്ടിടങ്ങൾ പൊളിച്ചു കളയാൻ വേണ്ടി എത്രയും പെട്ടെന്ന് അങ്ങോട്ട് പോകൽ. മുബാദറ എന്ന് പറഞ്ഞാൽ പഴയ പള്ളി ദർസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഉളരുക എന്നാണ്, വേഗത്തിൽ പോവുക എന്നാണ്, ആലോചിച്ച് നിൽക്കാൻ പാടില്ല. തജിബുൽ മുബാദറതു ലിഹദ്മിഹാ, അത് പൊളിച്ചു കളയാൻ എത്രയും പെട്ടെന്ന് പുറപ്പെടൽ നിർബന്ധമാണ്. വഹദ്മിൽ ഖിബാബിൽ ലത്തി അലൽ ഖുബൂർ, ഖബറിന്റെ മുകളിൽ ഉണ്ടാക്കിയ കുബ്ബകൾ ഉണ്ടല്ലോ, ആ കുബ്ബകൾ പൊളിച്ചു കളയാൻ വേണ്ടി എത്രയും പെട്ടെന്ന് പോകണം. ഇത് ഹിയ അലറു മിനൽ മസ്ജിദിൽ ദിറാർ, കാരണം അത് ആ കുബ്ബകളോട് കൂടിയുള്ള ഖബറുകൾ മുനാഫിക്കുകൾ പടുത്തുയർത്തിയ റസൂലുള്ളാഹിയുടെ പള്ളിയെ വെല്ലുവിളിച്ചുകൊണ്ട്
മുനാഫിക്കുകൾ സമാന്തരമായി പടുത്തുയർത്തിയ മസ്ജിദുൽ ദിറാറിന് അതിനേക്കാൾ അപകടകാരിയാണ് കേട്ടോ ഈ കുബ്ബ സമേതമുള്ള പള്ളി ഖബറുകൾ. കാരണം അത് അള്ളാഹുവിന്റെ റസൂലിനെ ധിക്കരിച്ചുകൊണ്ട് സ്ഥാപിക്കപ്പെട്ടതാകുന്നു. റസൂലുള്ള പറഞ്ഞത് ഖബറുകൾ കെട്ടി ഉയർത്താൻ പാടില്ല എന്നാണ്. അതിനെ ധിക്കരിച്ചുകൊണ്ട് സ്ഥാപിക്കപ്പെട്ടതാണത്. അല്ലാഹുവിന്റെ റസൂൽ അത് നിരോധിച്ചിട്ടുണ്ടല്ലോ. ഇങ്ങനെ കെട്ടിപ്പൊക്കിയ ഖബറുകൾ പൊളിച്ചു നീക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ റസൂലും കൽപ്പിച്ചിട്ടുണ്ട്. ഖബറിന്റെ മുകളിൽ ഖബറിന് സമീപം സ്ഥാപിച്ചിട്ടുള്ള ഏതൊക്കെ വിളക്കുകളുണ്ടോ, നിലവിളക്കാണെങ്കിലും ചന്ദനത്തിരിയാണെങ്കിലും മെഴുകുതിരിയാണെങ്കിലും സാധാ മണ്ണെണ്ണ വിളക്കായിരുന്നാലും ഏതൊക്കെ വിളക്കുകൾ അവിടെ സ്ഥാപിച്ചിട്ടുണ്ടോ ആ കിന്ദീലുകൾ മുഴുവൻ, ആ സിറാജുകൾ മുഴുവൻ അവിടുന്ന് നീക്കം ചെയ്യലും നിർബന്ധമാണ്. അത്തരം വിളക്കുകൾ, ചന്ദനത്തിരികൾ അങ്ങോട്ട് നേർച്ച ചെയ്യലോ വഖഫ് ചെയ്യലോ ഒരിക്കലും സ്വഹീഹാവുകയില്ല. ആരാ പറഞ്ഞത്? ഷാഫി മദ്ഹബിലെ പ്രാമാണികനായ പണ്ഡിതൻ, ഷാഫി മദ്ഹബുകാർക്കിടയിൽ ഒരഭിപ്രായ വ്യത്യാസവും ഇല്ലാത്ത പണ്ഡിതൻ ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി